إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അശ്ശുറാ 180 മുതൽ 183 വരെയുള്ള 4 വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ആ ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ സ്വന്തം ജനങ്ങളോട് പറയുകയാണ്, വമാ അസ്അലുക്കും അലൈഹി, അതിന്റെ മേൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, ഈ സതുപദേശത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, മിന്നജിന് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ധനം തട്ടിയെടുക്കാൻ വന്നവനല്ല ഞാൻ. ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ എന്നുള്ള പ്രതിഫലമല്ലാതെ വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, തേടുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഔഫു, നിങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുവിനൽ കൈല, അളത്തം നിങ്ങൾ പൂർത്തിയാക്കുവിൻ. വലാ തകൂനു, നിങ്ങൾ ആകാൻ പാടില്ല മിനൽ മുഖ്സിരി, നഷ്ടം വരുത്തുന്നവരാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അളത്തത്തിൽ കുറവ് വരുത്തുന്നവരാകാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നവരാകാൻ പാടില്ല. അളത്ത തൂക്കങ്ങളിൽ കൃത്രിമം കാണിച്ച ഒരു ജനതയായിരുന്നു ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനത. അതുകൊണ്ടാണ് പ്രത്യേകമായി ഈ കാര്യം എടുത്തു പറയുന്നത്. വസ്നു, നിങ്ങൾ തൂക്കുവിൻ ബിൽ ഖിസ്താസി, തുലാസ് കൊണ്ട്, അൽ ബിൽ ഖിസ്താസിൽ മുസ്തഖീം, ചൊവ്വായ നേരായ രൂപത്തിൽ, നീതിപൂർവകമായ രൂപത്തിൽ നിങ്ങൾ തുലാസ് കൊണ്ട് തൂക്കുവീൻ എന്നാണ് ആ ശുഐബ് നബി അലൈഹിസ്സലാം പറയുന്നത്. നേരായ രൂപത്തിൽ നിങ്ങൾ തുലാസ് കൊണ്ട് തൂക്കി കണക്കാക്കി കൊടുക്കുവീൻ. വലാത്ത ബഖസുന്നാസ്, ജനങ്ങൾക്ക് നിങ്ങൾ നഷ്ടം വരുത്താൻ പാടില്ലെന്ന് പറഞ്ഞാൽ അളത്ത തൂക്കങ്ങളിൽ കുറവ് വരുത്താൻ പാടില്ല. ഷിയാവും അവരുടെ വിഭവങ്ങളിൽ, അവരുടെ ആ വസ്തുക്കളിൽ നിങ്ങൾ ഒരിക്കലും കുറവ് വരുത്താൻ പാടില്ല. വലാത്ത സൂഫില്ലർലി, നിങ്ങൾ ഭൂമിയിൽ നാശം വിതക്കാനും പാടില്ല. മുഫ്സിദീൻ, നിങ്ങൾ അതിക്രമകാരികളായി തൊന്നിവാസികളായിക്കൊണ്ട് ഭൂമിയിൽ കുഴപ്പം വിതക്കാനും പാടില്ല എന്നാണ് ശുഐബ് നബി അലൈഹിസ്സലാം അവരെ സതുപദേശിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെയും ഭൂമിയിൽ വലിയ കുഴപ്പങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന കാരണം മനുഷ്യരുടെ ധനം ഒരിക്കലും അന്യായമായി കവർന്നെടുക്കാൻ പാടില്ല. അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കും. അതുകൊണ്ട് ഒരിക്കലും അതെക്കാലത്തും ഒരിക്കലും ചെയ്തുകൂടാൻ പറ്റാത്ത അങ്ങേറ്റം വലിയൊരു കുറ്റമാകുന്നു. അതുകൊണ്ട് അതിൽ നിന്നും വിട്ടുനിൽക്കണം എന്ന് പ്രത്യേകമായി ഉപദേശിക്കുകയാണ്. അതുപോലെ ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും വിട്ടുനിൽക്കണം എന്നും ആ ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങളെ ഉപദേശിക്കുകയാണ്. ആ മരക്കാടുകളിലുള്ള ആ ജനങ്ങളോടാണ് ഉപദേശിക്കുന്നത്. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.